ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് പവർഫുൾ കിച്ചൺ. നിഷാസ് പവർഫുൾ കിച്ചണിലേക്ക് എൻ്റെ പ്രിയ കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കർക്കിടകക്കഞ്ഞിയും പത്തിലത്തോരനും. ഇപ്പോൾ കർക്കിടക മാസമൊക്കെയാണല്ലോ, അപ്പോൾ നമുക്ക് ഒരു മരുന്ന് കഞ്ഞി എങ്ങനെയാണ് വയ്ക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനു മുൻപ് ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ കഞ്ഞിക്ക് ആവശ്യമുള്ള മരുന്ന് പല നാട്ടിലും പല രീതിയിൽ മരുന്നുകൾ റെഡിയാക്കും. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മുക്കുറ്റി, കുറുന്തോട്ടി വേര്, തഴുതാമ, തുമ്പയുടെ ഇലയും പൂവും, കീഴാർനെല്ലി, പഴുത്ത പ്ലാവിലയുടെ തണ്ട്, പിന്നെ അതുപോലെ തന്നെ കുറുന്തോട്ടിയുടെ വേര്, ഇതെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ കൂടാതെ ചെറുപയർ, നവരരി വെച്ചിട്ടാണ് നമ്മൾ കഞ്ഞി വയ്ക്കാൻ പോകുന്നത്. ഇത്രയല്ല ക്വാണ്ടിറ്റി, ഒരു 2 കപ്പ് നവരരി എടുക്കുന്നുണ്ട്. പിന്നെ ഉലുവ, പിന്നെ ആവശ്യത്തിന് എള്ള്, നമുക്ക് വറവിടുമ്പോൾ ആവശ്യമുള്ള എള്ളും. ഇത്രയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചട്ടിയിൽ കുറച്ച് വെള്ളം വെച്ചു, നവരരി ചേർത്ത്, ഉഴുന്ന് ചേർത്തു, ചെറുപയറും ചേർത്ത്, ഇത് മൂന്നും കുറച്ചൊന്ന് കുതിരാനായിട്ട് കുറച്ച് സമയം വെക്കണം. ഒരു 2 മണിക്കൂർ വയ്ക്കുക. എന്നതിന് ശേഷം വേവിക്കാൻ എടുക്കുക. എന്നിട്ട് ചട്ടിയിൽ വേവിച്ചതാണത് അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള ഈ മരുന്നുകളെല്ലാം ഇലവർഗ്ഗങ്ങളെല്ലാം കൂടി മിക്സിയിലിട്ട് അരിച്ചെടുത്തത് അരി വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അരിയും ഉലുവ, ചെറുപയർ ഇവ മൂന്നും വെന്ത് കഴിയുമ്പോൾ ഈ മരുന്ന് നമ്മൾ മിക്സിയിൽ അരിച്ചെടുത്ത മരുന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ഇത്ര ചേർത്ത് ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കാം. ഇപ്പോൾ ചില ഭാഗങ്ങളിൽ പുത്തരിച്ചുണ്ടയുടെ വേര്, ഇല്ലംകട്ടി, അതുപോലെ അങ്ങനെ പല നമുക്ക് കിട്ടുന്ന നാട്ടിൽ പറമ്പിലെല്ലാം കിട്ടുന്ന മരുന്നുകളെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക. ഞാനിവിടെ തുളസിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. പച്ചില നീര് ആ മരുന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇലകളുടെ കൂട്ടത്തിൽ തന്നെ തുളസി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതവിടെ തിളക്കട്ടെ. ആ സമയം നമുക്ക് പത്തിലത്തോരനുള്ള 10 ഇലകൾ റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ സാമ്പാർ ചീര, ബ്ലോക്ക് ചീര, ചുവന്ന ചീര, പയറിൻ്റെ ഇല, മത്തൻ്റെ ഇല, കുമ്പളത്തിൻ്റെ ഇല, നെയ്ക്കുനുന്ത്, പിന്നെന്താ തഴുതാമ, ഇതാണ് തഴുതാമ, ബ്ലോക്ക് ചീര പറഞ്ഞല്ലോ, ബ്ലോക്ക് ചീര, ആനത്തൂവ, അത് മത്തൻ്റെ ഇലയാണ്. പിന്നെ ഇത് നെയ്ക്കുനുന്താണ്. ഇത്രയും ചേർന്ന 10 ഇലകൾ ചേർന്നാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത്. ഇത് നന്നായി കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വയ്ക്കാം. അപ്പോൾ നമ്മുടെ കഞ്ഞി ആയോ നോക്കാം. ഈ സമയം നമുക്ക് കഞ്ഞി മരുന്നെല്ലാം ചേർത്ത് തിളപ്പിക്കാനായിട്ട് വെച്ചിരുന്നു. അത് ഇപ്പോൾ നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട്, നമുക്കൊരു പ്രൊസീജിയറും കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള നാളികേരവും അതുപോലെ നല്ല ജീരകം, ചുവന്നുള്ളി ഇവ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. അത് ചേർക്കാം. അപ്പോൾ അതാണിത്, മിക്സിയിൽ ഒന്ന് തരിതരിപ്പായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മരുന്ന് കഞ്ഞിയിലേക്ക് ആവശ്യമായിട്ടുള്ള നാളികേരവും ചേർത്ത് കൊടുത്തു. നാളികേരം മിക്സിയിൽ അടിക്കുമ്പോൾ അതിനോടൊപ്പം ജീരകം, ചുവന്നുള്ളി ചേർക്കും. ഇത്രയും ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മരുന്ന് കഞ്ഞി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കർക്കിടക മാസത്തിലൊക്കെ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു കഞ്ഞിയാണിത്. ഇപ്പോൾ കണ്ടോ, നമ്മുടെ മഞ്ഞളെല്ലാം ചേർത്തപ്പോൾ മഞ്ഞ കളറിൽ നമ്മുടെ മരുന്ന് കഞ്ഞി ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മുടെ ശരീരം വളരെ ദുർബലപ്പെടുന്ന പറയുക. അപ്പോൾ ആ സമയം നമ്മളെപ്പോഴും ആരോഗ്യത്തിന് വേണ്ടി മരുന്ന് കഞ്ഞി, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, മരുന്നുകളെല്ലാം
ശരീരത്തിലേക്ക് ചെല്ലണമെന്ന് പഴമക്കാർ പറയുന്നു. അപ്പോൾ അതനുസരിച്ചാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇനി നമ്മളെ കഞ്ഞി നമുക്ക് താളിക്കണം. താളിക്കുന്നതിന് ആവശ്യമുള്ള ഉള്ളി, ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചത് നമ്മൾ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഉള്ളി മൂത്ത് വരുമ്പോൾ എള്ളും ചേർത്ത് നമുക്ക് വറുത്ത് കോരി നമ്മുടെ കഞ്ഞിയിലേക്ക്, കർക്കിടകക്കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മളൊരു 10 മണി സമയത്തൊക്കെയാണ് കഴിക്കുക. രാവിലെ സമയം നേരത്തെ എണീറ്റാൽ കഴിക്കുന്നവരുണ്ട്. ഇത് ഇനി കർക്കിടക മാസം മുഴുവനായിട്ടും ഇങ്ങനെ കഞ്ഞി വെച്ച് കുടിക്കുന്നത് ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ്. ഇതെല്ലാം നമ്മളെ പറമ്പിലെല്ലാം കാണുന്ന ഔഷധച്ചെടികളാണ്. അവയെല്ലാം ചേർത്ത് അരച്ച് ആ നീരെടുത്തിട്ടാണ് നമ്മൾ ഈ കഞ്ഞി വയ്ക്കുന്നത്. അപ്പോൾ അത് അത്രത്തോളം ഗുണമുള്ളതാണ്, വളരെ എഫക്റ്റീവാണ്. അപ്പോൾ നമ്മളെ ഉള്ളിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. അതിനി നമ്മുടെ കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ കർക്കിടക കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി കഞ്ഞിയാണ് കേട്ടോ. നല്ല മരുന്നുകളെല്ലാം ചേർത്തിട്ടുള്ള തുമ്പ, കീഴാർനെല്ലി ഇതെല്ലാം വളരെ നല്ല ശരീരത്തിന് നല്ലൊരു മരുന്നുകളാണ്. എല്ലാതും നല്ലത് തന്നെ. അപ്പോൾ അതെല്ലാം ചേർത്തൊരു കഞ്ഞി വെച്ച് കുടിക്കുന്നത് ഈ ഒരു മാസം വളരെ ഗുണം ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് പത്തിലത്തോരൻ വയ്ക്കാം. അപ്പോൾ അതിനുള്ള 10 ഇലകൾ ഞാൻ കാണിച്ചു തന്നല്ലോ, അത് അരിഞ്ഞു വയ്ക്കുക. അതിലേക്ക് ഇനി നമുക്ക് ചട്ടി വെച്ച് എണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ 10 ഇലകളും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ കർക്കിടക കഞ്ഞിയും 10 ഇല തോരനും കൂട്ടിയിട്ട് ആ കഞ്ഞി കുടിക്കുമ്പോൾ അടിപൊളിയാണ്. മരുന്ന് കഞ്ഞി എന്ന് പറയുമ്പോൾ ആ മരുന്നിൻ്റെയൊക്കെ ടേസ്റ്റോട് കൂടിയുള്ള കഞ്ഞിയാണ്. അപ്പോൾ അതിന് ആ ഒരു രീതിയിൽ വേണം നമ്മൾ കാണാൻ. അപ്പോൾ നമ്മൾ ആ 10 ഇലകളും അരിഞ്ഞ 10 ഇലകൾ അരിഞ്ഞു വെച്ചിട്ടുള്ളത് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതൊന്നങ്ങണ്ട് പെട്ടെന്ന് വാടിക്കിട്ടും. അപ്പോൾ നമ്മുടെ 10 ഇലയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഉപ്പ് ചേർത്തി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കുക. ഇനി ഇലയിൽ നിന്നും ഇങ്ങനെ വെള്ളം വരും കേട്ടോ. നമ്മൾ ഇലക്കറികളെല്ലാം തോരൻ വയ്ക്കുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. നമ്മൾ ഇലകളിൽ നിന്ന് തന്നെ അത് വേവുന്നതിനുള്ള വെള്ളം വരും. ഇനി ഇത് കുറച്ച് സമയം അടച്ച് വെച്ച് വേവിക്കുക. ആ സമയം നമുക്കേ എന്ത് ചെയ്യാം, അതിലേക്ക് തോരനാണല്ലോ, അപ്പോൾ അതിലേക്ക് വേണ്ട നാളികേരം ചിരകിയത്, പച്ചമുളക് അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, ഇവയെല്ലാം കൂടി നന്നായിട്ട് ഞാനിവിടെ കൈകൊണ്ട് മിക്സ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണെങ്കിൽ മിക്സിയിലിട്ടടിച്ചെടുത്താലും മതി. നന്നായിട്ട് അരഞ്ഞ് കിട്ടണ്ട, ഒന്ന് തരിതരിപ്പായിട്ട് അരഞ്ഞാൽ മതി. എന്നതിന് ശേഷം കണ്ടോ, ഞാൻ കൈകൊണ്ട് മിക്സ് ചെയ്തതാണ്. അത് ഈ ഒരു തോരനിലേക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ 10 ഇല തോരൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇലകളിൽ നന്നായിട്ട് ഈ ഒരു നാളികേരത്തിൻ്റെ കൂട്ടും മിക്സ് ആവണ്ടേ. ഇനി അതിൻ്റെ സ്വാദും അതിലേക്ക് ഇറങ്ങണം, അപ്പോഴാണ് നന്നാവുള്ളൂ. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ പറമ്പിലൊക്കെ ഇത്തരത്തിലുള്ള ഔഷധ ചെടികളൊക്കെ കിട്ടുമ്പോൾ അതൊന്നും കളയരുത്. ഈ പഴമയിൽ നിന്ന് നമ്മൾ മോഡേണിലേക്ക് പോയപ്പോഴാണ് പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടതും എല്ലാം. അപ്പോൾ നമ്മൾ വീണ്ടും പ്രകൃതിയിലേക്ക് തിരിച്ചു വരിക, പണ്ടത്തെ ആളുകൾ പറയുന്ന രീതിയിലുള്ള ആചാരങ്ങൾക്കനുസരിച്ച് ജീവിക്കാനും ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. അതിനെല്ലാം ഓരോ ശാസ്ത്രീയ വശങ്ങളുണ്ട്, അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ഒരു മാസം എന്ന് വെച്ചാൽ വളരെ കാലാവസ്ഥ ചേഞ്ച് ചെയ്യുന്ന ഒരു മാസം കൂടിയാണ് അല്ലേ. പെട്ടെന്ന് തന്നെ നമുക്ക് മഴക്കാലമൊക്കെ വന്ന അസുഖങ്ങളൊക്കെ
വരാൻ അങ്ങനെ അസുഖങ്ങളെല്ലാം വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിനെല്ലാം പ്രതിരോധിക്കാനാണ് നമ്മൾ ഈ മരുന്ന് കഞ്ഞിയൊക്കെ കുടിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ മരുന്ന് കഞ്ഞിയും പത്തിലത്തോരനും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു അടിപൊളി വിഭവവുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.